അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ എല്ലാറ്റിനും പരിഹാരമാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആനിൽ എല്ലാ രോഗങ്ങൾക്കും ശിഫയുണ്ട്. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് ഖുർആനിലുള്ളത് എന്നാണ് ഖുർആനിനെ അല്ലാഹു പരിചയപ്പെടുത്തിയത്. പരിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തുകൾക്കും ഓരോ ആയത്തുകൾക്കുള്ള മഹത്വങ്ങൾ ഒരുപാട് മഹാന്മാര് അവിടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ചില സൂറത്തുകളുടെ മഹത്വം പറയാൻ കിതാബുകളെ തന്നെ ഉണ്ടാക്കിയ മഹാന്മാരുണ്ട്. അക്കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. സൂറത്തുൽ ഫത്ഹ് ഓതിയാൽ ലഭിക്കുന്ന നേട്ടങ്ങള്, ഫലങ്ങള്, മഹത്വങ്ങള് അവിടെ കിതാബുകളിൽ ഒരുപാട് നേട്ടങ്ങളും മഹത്വങ്ങളും ഫലങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സൂറത്തുൽ ഫത്ഹ് ഓതിയാൽ ലഭിക്കുന്ന 10ഓളം നേട്ടങ്ങള്, അല്ലാഹുവിന്റെ ആരിഫീങ്ങള് പറഞ്ഞ ആ 10 നേട്ടങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വഖാല ബഅ്ദുൽ ആരിഫീൻ, ചില ആരിഫീങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ ഫത്ഹ് കുല്ല യൗമിൻ, സൂറത്തുൽ ഫത്ഹ് എല്ലാ ദിവസവും മുടങ്ങാതെ ആരെങ്കിലും ഓതിയാൽ ബഅഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ റുഅയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ അവൻ ദർശിക്കും, അവൻ കാണും. ഒരു ദിവസം പോലും മുടങ്ങാതെ അവൻ സൂറത്തുൽ ഫത്ഹ് പാരായണം നടത്തണം. രണ്ടാമതായി മഹാന്മാർ പഠിപ്പിക്കുന്നു, വനാല സവാബുർ റിദ്വാൻ, റിദ്വാനിന്റെ പ്രതിഫലമാണ് അവനിക്ക് ലഭിക്കുന്നത്. റിദ്വാൻ എന്ന് പറഞ്ഞാൽ റളിയല്ലാഹു അൻഹും വറളു അൻഹു. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തൃപ്തിപ്പെട്ട ആളുകൾ, അല്ലാഹു പൊരുത്തപ്പെട്ട ആളുകൾ എന്ന് വിശേഷിപ്പിച്ച ആളുകളുണ്ട്. അവർക്ക് കൊടുക്കുന്ന അവർക്കുള്ള പ്രതിഫലമാണ് എല്ലാ ദിവസവും സൂറത്തുൽ ഫത്ഹ് ഓതുന്ന ആളുകൾക്ക് ലഭിക്കുന്നത്. മാത്രമല്ല വഹശറഹുല്ലാഹു തആല മഅഹും, നാളെ പാരിത്രിക ലോകത്ത് മഹ്ശറയിൽ സ്വർഗീയ ലോകത്ത് അല്ലാഹു തൃപ്തിപ്പെട്ട ആളുകളുടെ കൂടെയാണ് ഇവനെ അല്ലാഹു ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. അതേപോലെ തന്നെ വഫതഹ അലൈഹി ജമീഅ മുഗ്ലഖാതിഹി മിൻ ഖൈറിദ് ദുനിയ വൽ ആഖിറ, അടഞ്ഞുകിടക്കുന്ന എല്ലാ ഖൈറിന്റെ വാതിലുകൾ, ദുനിയാവിലെയും ആഖിറത്തിലെയും അടഞ്ഞുകിടക്കുന്ന എല്ലാ ഖൈറിന്റെ വാതിലുകൾ അവനിക്ക് തുറന്നു കൊടുക്കും സൂറത്തുൽ ഫത്ഹ് ഓതുന്ന ആളുകൾക്ക്. അതേപോലെ തന്നെ വൈദാ ഖറഅഹ ലഈഫ് കസീറൻ ഖബാ, ലഈഫായ മനുഷ്യൻ ഓതിയാൽ ശാരീരികമായി ബലഹീനത അനുഭവിക്കുന്ന ശക്തിയില്ലാത്തവന്, ശരീരം തളർന്നവൻ ഓതിയാൽ ഖവാ, അവൻ നല്ല ശക്തി ഉണ്ടാകും, അവന്റെ ശരീരത്തിലേക്ക് നല്ല ശക്തി ലഭിക്കും, ധൈര്യം ലഭിക്കും. അതേപോലെ തന്നെ നിന്യനും ഒന്നിനും കഴിയാത്തവൻ ഓതിയാൽ അവനിക്ക് പ്രതാപമുണ്ടാകും, അവനിക്ക് ഇസ്സത്തുണ്ടാകും. അതേപോലെ തന്നെ അൽ മഗ്ലൂബ് ഇൻതസറ, പരാജയപ്പെട്ടവൻ ഓതിയാൽ അവനിക്ക് അല്ലാഹുവിന്റെ സഹായം ലഭിക്കും. എല്ലാ വിഷയങ്ങളിലും പരാജയപ്പെട്ട ആളുകളുണ്ടാകും, അവരിത് ഓതിയാൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ സഹായം അവനിക്ക് ലഭിക്കും. അതേപോലെ തന്നെ അവിൽ മുഅ്സിറു, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവന്, പ്രയാസം അനുഭവിക്കുന്നവൻ ഓതിയാൽ അവന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. ടെൻഷൻ അനുഭവിക്കുന്ന ആളുകൾ ഓതിയാൽ അവന്റെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അതേപോലെ തന്നെ അവിൽ മദ്യൂന്, കടക്കാരൻ ഓതിയാൽ ഖലല്ലാഹു ദൈനഹു, അവന്റെ കടത്തെ അല്ലാഹു പെട്ടെന്ന് അവൻ അറിയാത്ത നിലക്ക് വിട്ടിക്കൊടുക്കും. അതേപോലെ തന്നെ അവിൽ മസ്ജൂൻ, ജയിലിൽ അടക്കപ്പെട്ടവൻ ഇത് ഓതിയാൽ, കള്ളക്കേസിൽ കുടുങ്ങി ജയിലിൽ അടക്കപ്പെട്ട എത്രയോ ആളുകളുണ്ട്. സൂറത്തുൽ ഫത്ഹ് അവർ ഓതിയാൽ ഖറജ മിൻ സുജ്നിഹി, അവൻ ജയിലിൽ നിന്ന് രക്ഷപ്പെടും, അവൻ മോചിക്കും, മോചനം ലഭിക്കും അവനിക്ക്. അതേപോലെ തന്നെ അവിൽ മക്രൂബ്,
വിഷമം അനുഭവിക്കുന്നവൻ, ടെൻഷൻ അനുഭവിക്കുന്നവൻ, പ്രയാസം അനുഭവിക്കുന്നവൻ, ദുഃഖം അനുഭവിക്കുന്നവൻ സൂറത്തുൽ ഫത്ഹ് എല്ലാ ദിവസവും ഓതിയാൽ റഫഅല്ലാഹു തആല ബിൽതുഫിഹി, അല്ലാഹു അവന്റെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കും. ബിൽതുഫി, അല്ലാഹുവിന്റെ ലുത്ഫ് കൊണ്ട്, കറമ കൊണ്ട്. അതേപോലെ നബി അസ്റാർ ഹാദിഹി സൂറത്തുൽ ജലീല, ഈ മഹത്തായ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട്, അസ്റാർ കൊണ്ട്, കറാമത്ത് കൊണ്ട് അവന്റെ എല്ലാ വിഷമങ്ങളും നീക്കി കൊടുക്കും. നാം ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് മഹാന്മാർ അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ പറഞ്ഞത്. ഇത് സൂറത്തുൽ ഫത്ഹ് പതിവാക്കുന്ന ആളുകൾക്ക് ഈ പ്രയാസങ്ങളിൽ നിന്ന്, ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും. വിഷമം നീങ്ങിക്കിട്ടും, കടം മാറിക്കിട്ടും. അതേപോലെ തന്നെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരും. ദുനിയാവിലെയും അതുപോലെ തന്നെ ആഖിറത്തിലെയും എല്ലാ അടക്കപ്പെട്ട വാതിലുകൾ അള്ളാഹു തുറന്നു തരും. നാം ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളാണ് മഹാന്മാരെ എണ്ണിപ്പറഞ്ഞത്. ഇത് സൂറത്തുൽ ഫത്ഹ് എല്ലാ ദിവസവും ഓതണം. പതിവാക്കുന്ന ആളുകൾക്കാണ് ലഭിക്കുന്നത്, അല്ലാത്ത ഒരു ദിവസം, 2 ദിവസം, 1 മാസം ഓതുന്ന ആളുകൾക്കല്ല. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നാം സമയം കണ്ടെത്തിയാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് സൂറത്തുൽ ഫത്ഹ് എല്ലാ ദിവസവും ഓതാൻ സാധിക്കും. നാം ഓതാൻ സമയം കണ്ടെത്തണം. എല്ലാത്തിലും സൂറത്തുൽ ഫത്ഹ്, എല്ലാ നമ്മുടെ കാര്യങ്ങൾക്കും, നാം മനസ്സിലുദ്ദേശിക്കുന്ന എല്ലാത്തിലും, എല്ലാ വിഷയങ്ങൾക്കും സൂറത്തുൽ ഫത്ഹ് പരിഹാരമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ഫത്ഹ് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക, നാം ഓതുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.